Hi students, good morning. Today we are discussing the reasons for the growth of e-marketing. What are the reasons for the growth of e-marketing or internet marketing? Firstly, increase product awareness. The consumers will only buy product they know about. E-marketing can increase product awareness. Through e-marketing, the public can be introduced to the existence of a company, what is it and what it can offer. അപ്പം ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൺസ്യൂമേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള അവർ പ്രിഫർ ചെയ്യുന്ന പ്രോഡക്റ്റ് അവയർനെസ് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് പബ്ലിക്കിന് ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും, അവരുടെ കമ്പനിയുടെ ഒരു ടൈപ്പ്, എങ്ങനെയുള്ള കമ്പനിയാണ്, അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് മറ്റുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും വ്യക്തമായിട്ട് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ഈ മാർക്കറ്റിംഗ് റീസെൻ്റ്ലി മറ്റുള്ള മാർക്കറ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ആ ഗ്രോത്തിന് ഉള്ള ഒരു കാരണം, ഒരു റീസൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത മറ്റൊരു റീസൺ, ഈ മാർക്കറ്റിങ്ങിൻ്റെ വളർച്ചയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് റീച്ച് ഔട്ട് ടു എ വൈഡർ ആൻഡ് ബിഗ്ഗർ ഓഡിയൻസ്. ദർ ഈസ് നോ ഡൗട്ട് ദാറ്റ് പ്രിൻറ്റ് അഡ്വർടൈസ്മെൻറ്റ്സ്, ടെലിവിഷൻ ആൻഡ് ദ റേഡിയോ ആർ സ്റ്റിൽ ദി ബെസ്റ്റ് മീൻസ് ടു റീച്ച് ഔട്ട് ടു ദി പീപ്പിൾ. But with the constant technological advancements, more and more people are gaining internet access. In fact, almost 1/3 of the world's population has access to the internet. Through internet marketing, we can reach more people, both local and international. അത് തന്നെയാണ് ഈ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിലുള്ള കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ മാത്രമേ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ മാത്രമേ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണല്ലേ. അപ്പോൾ അവിടെ ട്രഡീഷണൽ മീൻസ് മെത്തേഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ, നാഷണൽ, ഇൻ്റർനാഷണൽ ഏത് കാറ്റഗറിയിൽ വരുന്ന കൺസ്യൂമേഴ്സിനെ വേണമെങ്കിലും നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വൈഡർ ആൻഡ് ബിഗ്ഗർ ഓഡിയൻസിനെ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. ഇറ്റ്സ് ഓൾറെഡി ഡിസ്കസ്ഡ്, ദാറ്റ് ഈസ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോസ്റ്റ് ഇഫക്റ്റീവ് മീൻസ് ഓഫ് അഡ്വർടൈസിങ്. That means with just a small amount of money we can tap into a tremendously large market. Of course, they still have the choice to invest higher amounts of money to be even more effective in internet marketing. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സിൽ സാധാരണഗതിയിൽ മാർക്കറ്റിങ്ങിനേക്കാളും വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇത്തരത്തിൽ മാർക്കറ്റിംഗ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ എസ്പെഷ്യലി സ്മോൾ ബിസിനസ്സിനൊക്കെ, ചെറിയ ചെറിയ കൺസേൺസിനൊക്കെ ഇപ്പം സാധാരണഗതിയിൽ അവർക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്രോബബ്ലി അത് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള കമ്പനീസിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കറ്റിംഗ് അവരുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് മാർക്കറ്റിംഗ് നടത്താനുള്ള ഒരു മെത്തേഡായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നതും ഇതിൻ്റെ ഒരു വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു റീസണാണ്. അടുത്തതാണ് കൺസ്യൂമർ പ്രിഫറൻസ്. ഡ്യൂറിങ് ദി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് the number of online shoppers has increased consistently. Most people are now turning to the internet and researching their needs before making a purchase. Since internet shopping is more convenient and cost effective on the part of the consumers, more and more people are now shopping online. Thus, if somebody wants to increase the sales, must be present online to catch the customers. അപ്പോൾ ആളുകൾക്കിപ്പം കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്, അവർക്ക് ഷോപ്പ് ചെയ്യുമ്പം കൂടുതലായിട്ട് അവർ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങളെക്കുറിച്ച്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനും അവരുടെ നീഡ്സിനെ മീറ്റ് ചെയ്യുന്നതുമായിട്ട് അതിനെ മാച്ച് ചെയ്യാനൊക്കെ ഈ ഇൻ്റർനെറ്റാണ് അവർ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ ആളുകളും ഈ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് തിരിയുന്നത്. സോ ഒരു മാർക്കറ്റർ ഇഫ് ദേ വാണ്ട് ടു ഇൻക്രീസ് ദെയർ സെയിൽസ്, അവർക്ക് അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓൺലൈനായിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റിങ്സ് ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുക. സോ ദേ ക്യാൻ ക്യാച്ച് മോർ കസ്റ്റമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രഡീഷണൽ മെത്തേഡ്സിൽ നിന്നും അവരും ഓൺലൈൻ മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് അനദർ റീസൺ. നെക്സ്റ്റ് ഈസ് ഇൻക്രീസ് ട്രാഫിക്. If the marketers have a website, they cannot expect it to gather more visitors just by itself. So there is a need to actively exert effort in increasing its traffic, and this can be done through internet marketing. When there is a bigger website, audience can easily disseminate information about the company, foster good client relationship, increase profit and gains, improve product image, enhance product awareness, and many other positive points. Okay. ഇപ്പോൾ ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്സിലൂടെയാണ് ഒരു മാർക്കറ്റർ അവരുടെ പ്രോഡക്ട്സ് അവരുടെ ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യുന്നതും പ്രോഡക്റ്റ് ഡിസമിനേറ്റ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന് പരിമിതികളുണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആകുമ്പം അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ കൂടുതൽ ഓഡിയൻസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ക്യാൻ ഈസിലി ഡിസമിനേറ്റ് ഇൻഫർമേഷൻ, കമ്പനിയുടെ ഇൻഫർമേഷനും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എത്ര തന്നെ ട്രാഫിക്സ്, അതായത് കൺസ്യൂമേഴ്സിൻ്റെ ഒരു എൻട്രി ഉണ്ടായാലും അത് മാനേജ് ചെയ്യാൻ ഈ മാർക്കറ്റിങ്ങിൽ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി. Next, accessible to consumers. The website is open 24/7. It's unlike physical store. So this means that an e-marketer can still tend to the consumers' needs even when they are sleeping. Okay. ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലായ്പ്പോഴും ഈ ഒരു മാർക്കറ്റർ എന്ത് ചെയ്യണ്ട, ഉണർന്നിരിക്കേണ്ട കാര്യമില്ല. ഈവൻ 24 hours വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് വെബ്സൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിവെയർ, എനി ടൈം, എനി വൺ, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഏത് സമയത്തോ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഈ മാർക്കറ്റിങ്ങിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ആക്സസിബിൾ ടു ദി കൺസ്യൂമർ അറ്റ് എനി ടൈം. അതും ഒരു വലിയ അഡ്വാൻറ്റേജാണ്. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ റീസൺസിനെയും കൊണ്ടെത്തിക്കുന്ന ഒരു പോയിൻ്റാണ് ലാസ്റ്റ് പറയുന്നത്, ഇൻക്രീസ് സെയിൽസ്. ഓക്കെ, ദർ ഇസ് നോ ഡൗട്ട് ദാറ്റ് ഈ മാർക്കറ്റിംഗ് വിൽ ഹാവ് എ ഹയർ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. Not only that, but internet marketing can put forward a positive compound effect on the website. This means that the effort you exert last month will still have its effect for years to come. നമ്മൾ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മന്തിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പല മെഷേഴ്സും അല്ലെങ്കിൽ പല എഫേർട്സും നമുക്ക് ആ ഒരു മാസത്തെ ആ ഒരു മന്തിൽ മാത്രമല്ല നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ ഇയേഴ്സ് ടു കം. വരാനിരിക്കുന്ന ഒരുപാട് കാലത്തേക്ക് നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി വേരിയസ് റീസൺസ് ഫോർ ദി ഗ്രോത്ത് ഓഫ് ഇ മാർക്കറ്റിംഗ് ഓർ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ഓർ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്. Okay, so you can quote more some other reasons also. അപ്പോൾ അതുകൂടി നിങ്ങൾ കണ്ടെത്തിയിട്ട് ഈ നോട്ട്സ് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതുക കേട്ടോ.